രാത്രിയിൽ ആളുകൾ സൊറ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മലപ്പുറം പൊന്നാനിയിലെ കർമ്മ റോഡ്. ഈ കർമ്മ റോഡിനെ കുറിച്ച് മുൻപും നമ്മൾ പ്രേക്ഷകരിലേക്ക് സ്റ്റോറീസ് എത്തിച്ചിട്ടുണ്ട്. കർമ്മ റോഡിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. തീർച്ചയായും രാത്രിയിലെ കാഴ്ച കാണാം അവിടുത്തെ. ഹായ് ഹലോ പ്രേക്ഷകരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് മലപ്പുറം ജില്ലയിലെ പൊന്നാനി കർമ്മ റോഡ് വരെ ഒന്ന് പോയി നോക്കിയാലോ? നല്ല ഗംഭീര സ്ഥലമാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ആയി ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഒരു സോറൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ഇടമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഓക്കെ പ്രേക്ഷകരെ, നമുക്ക് പോകാം. ഓക്കെ, ഹായ് പ്രേക്ഷകരെ, അപ്പൊ നമ്മൾ കർമ്മ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്. ഭയങ്കര ഫീലുള്ള ഒരു കാറ്റാണ്. ഈ ഭാരതപ്പുഴയും ഒപ്പം തന്നെ അറബിക്കടലും ഇങ്ങനെ ചേരുന്ന ഭാഗത്ത് നിന്ന് അടിക്കുന്ന ഒരു കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര ആസ്വദിച്ച് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മീൻ പിടിക്കുന്ന ആളുകളുണ്ട്, ഫാമിലി ആയിട്ട് വന്ന് ചില്ലാക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാടധികം ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും അടുത്തും ഒന്ന് പോയി നോക്കാം. അടിപൊളിയാണ്, സൂപ്പർ. അവിടെ വന്ന് കാമായിട്ട് ഇങ്ങനെ ഇരിക്കുക കുറച്ച്. ഒന്നും പറയാനില്ല, അടിപൊളി. കർമ്മോട്ട് ഉഷാറാണ്, കാരണം എപ്പോഴും ഒരു ടൈം പാസ് ആയിട്ട് നമ്മൾ വന്നിരിക്കാറുണ്ട്. പൊന്നാനിക്കാർക്ക് അഭിമാനിക്കാം കർമ്മ റോഡ്. നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ, എൻജോയ് ചെയ്യാം. കർമ്മ റോഡിനോട് ചേർന്ന് നല്ലൊരു പാർക്കും തയ്യാറാക്കിയിരിക്കുകയാണ് പൊന്നാനി നഗരസഭ. ചെറിയ കുട്ടികൾക്കാണ് ഈ പാർക്കുള്ളത്. ആരുടെയും ശല്യമില്ലാതെ വളരെ സുരക്ഷിതമായി ഏത് കുട്ടികൾക്കും ഇവിടെ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. എന്താ മോളെ പേരെന്താ? ആണോ? എങ്ങനെയുണ്ട് പാർക്ക്? എങ്ങനെയുണ്ട്? സൂപ്പർ. കർമ്മ റോഡിൽ എത്തുന്നവർക്ക് കാഴ്ച ഭംഗി മാത്രമല്ല നല്ല ഗംഭീര ഭക്ഷണങ്ങൾ കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഷോപ്പിലാണ്. ഇത് എന്തൊക്കെ ഇവിടെ കൊടുക്കാനുള്ളത്? നമ്മളുടെ പൊന്നാനിയുടെ ട്രഡീഷണൽ ഐറ്റംസുകളാണ്. ചട്ടിപ്പത്തിരി, ചിരട്ടമാല, മുട്ടസുർക്ക മുട്ടമാല, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ നമുക്കൊരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് വെളിച്ചെണ്ണപ്പത്തിരി. അത് പൊന്നാനിക്കാര് 2 പ്രാവശ്യം ഉണ്ടാക്കുള്ളൂ. ഒന്ന് പെരുന്നാളുടെ സമയത്തും പിന്നെ കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളാര് വരുന്ന ആ ഒരു സമയത്താണ് ഉണ്ടാക്കുക. ചട്ടിപ്പത്തിരി അടിപൊളിയാണ്. ബട്ടൂരിയും ബീഫാണ്, നന്നായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞങ്ങൾ 4ാമത്തെ തവണ ഇവിടെ വരുന്നത്. ഇതിനനുസരിച്ച് ഇങ്ങനെ ഒരു പ്രവാസിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ്. മഴയല്ലേ, അപ്പൊ ഉപ്പുവെള്ളം കുറവായതുകൊണ്ട് മീന് കുറവാണ്. കർമ്മ റോഡിൽ വന്നു കഴിഞ്ഞാൽ ആ സമയവും ഒപ്പം തന്നെ ആ യാത്രയും ഒന്നും ആർക്കും നഷ്ടമാകില്ല എന്നാണ് നൽകാനുള്ള ഉറപ്പ്. അപ്പൊ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരിക, ഒന്ന് ചില്ലാക്കുക, ഒന്ന് റിലാക്സ് ആവുക, എന്നിട്ട് മടങ്ങുക. അപ്പൊ മറ്റൊരു യാത്രാ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. സമീർ ബിൻ കരീം, 24, തിരൂർ. കൊള്ളാം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഒരു നാടിന് ആവശ്യമാണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ നൈറ്റിൽ പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളിൽ അത് എക്സ്പ്ലോർ ചെയ്യുക. അവിടെയൊക്കെ ഒരു പുതിയ രീതി ഉരുത്തിരിഞ്ഞു വരിക. ചൂടിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടി. രാത്രിയിലായിരിക്കും പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റിയത്. നമ്മുടെ നാടിന്റെ കാലാവസ്ഥ ഒരുപാട് മാറി. അതെ, ഒരുപാട് ഇടങ്ങളുണ്ട്. അത് ഈ രീതിയിൽ മാറി മാറി വരട്ടെ.